എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ജിതിൻ കെ ജോസ് എന്ന പുതുമുഖ സംവിധായകന്റെ കീഴിൽ മമ്മൂക്ക എത്തിയ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് വേണ്ടി. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും അറിയാൻ വേണ്ടി ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വിനായകനെ നായകനാക്കി മമ്മൂക്ക വില്ലൻ വേഷത്തിലെത്തുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. ഒരുപക്ഷെ 2025 മമ്മൂക്കയുടെ ഇനിയുള്ള ആകെയുള്ള തിയേറ്റർ റിലീസ് ചിത്രം കൂടിയാണ് കളങ്കാവൽ. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കളങ്കാവലിന്റെ എഡിറ്റിംഗ് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മമ്മൂക്കയുടെ ഭാര്യാപിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുണ്ടായ മമ്മൂക്ക തിരിച്ച് നാട്ടിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കളങ്കാവലിന്റെ റിലീസ് അപ്ഡേറ്റ് ഈ മാസം അവസാനം തന്നെ ഒഫീഷ്യലായി പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ DQവിന്റെ നിർമ്മാണ കമ്പനിയാണ് ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നും മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമായി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ അതെന്നും സിനിമാ പ്രേമികൾക്ക് ഒരു പ്രത്യേക അനുഭവം ആ സിനിമകളിൽ മമ്മൂക്കയിലൂടെ ലഭിക്കാറുണ്ടെന്നും ആ സിനിമ വൻപൻ വിജയങ്ങൾ നേടാറുണ്ടെന്നും നമ്മൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.